ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാൾക്ക് ഒരു ബ്രേക്കിന് ശേഷം ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വാക്കിങ്ങിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ ദർശനേൻ്റെയും അന്തച്ചേൻ്റെയും വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇന്ന് മൺഡേ ഇവിടെ നമുക്ക് ബാങ്ക് ഹോളിഡേ ആണ്. നമ്മളിവിടെ അടുത്തുള്ള 1-2 സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ പോരും. ദർശന, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അജണ്ട എന്താണ്? നമ്മൾ ഗാർഡൻ സെൻറ്ററിൽ പോകുന്നു. വെർജിനിയ വാട്ടർ പാർക്കിൽ. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാറി കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ അപ്പിട്ടു. ഞങ്ങൾ അപ്പി മാറ്റാനായിട്ട് ഓൾഡിയിലെ ബേബി സ്റ്റേഷനിൽ പോവാണ്. കിട്ടോ വെള്ളം? ഓ, ഞങ്ങൾ നാപ്പിയൊക്കെ മാറി ഞങ്ങൾ വെള്ളം മേടിക്കാൻ വന്നു. അല്ലല്ലോ, വെള്ളം മേടിക്കാൻ വന്നു. നമ്മളങ്ങനെ കടയിലൊക്കെ പോയി തിരിച്ച് ഗാർഡൻ സെൻറ്റർ പോവാണ് അല്ലേ? ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്ത് കാണും? സ്ട്രോബെറി കാണണോ? സ്ട്രോബെറി കാണില്ല. വാ. അങ്ങനെ നമ്മൾ ഗാസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാ ഈ കാണുന്ന ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഫാം ഷോപ്പും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രോബെറി, അതുപോലെ തന്നെ വേറെ അലറ ചില്ലറ ബെറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ. ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് ഇതാ ഈ ഒരു എൻട്രൻസിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അലറ ചില്ലറയായിട്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ടോയ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റം ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്. പക്ഷെ ഭയങ്കര കഥ. ഈ കടയിൽ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. ക്ലൈമറ്റും മഴ പെയ്തടാ, മഴ പെയ്ത് മഴ. ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയപ്പോ വെളുത്തു. ബാത്ത് ടബിലൊക്കെ ഇടണ സോപ്പ തോന്നുന്നു. നീ കൊണ്ടുവന്ന സ്ഥലം കൊള്ളാം മോളെ. എല്ലാത്തിനും എടുക്കത്ത റേറ്റാ. ഏത് വാവേ? എവിടെയാ പോണ്ടത്? അല്ലുഷിന് എവിടെയാ പോണ്ടത്? അല്ലു, ആർ യു കംഫർട്ടബിൾ? ഏത് വേണം? എന്താ ഐറ്റം? എന്താ ഹാൻഡ് ക്രീം? ഞാനിത് ഓക്കെ. ചീഞ്ഞ മണം. ലാവൻഡറാ? മണാണ്. ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഷിയ ബട്ടറിന്റെ ഒക്കെ ഉണ്ടടാ. ആൾക്കാർ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരും തോന്നണം. ഇതൊക്കെ കാലിയാ. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ദാ ഇതേപോലത്തെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ക്യാൻഡിൽസാണ്. ഒരുപാട് വെറൈറ്റിയിൽ നല്ല ഭംഗിയുള്ള ക്യാൻഡിൽസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല പ്ലേറ്റ്സ് കണ്ടോ, ഇതേപോലെ തന്നെ കുറേ കളറായിട്ട് അവർ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്രീൻ കളറാണ്. എനിക്ക് പ്രത്യേകിച്ച് ഗ്രീൻ കളറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ ഐറ്റംസ് മാത്രം തന്നെ ഒരു സെക്ഷനിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ഫാം ഷോപ്പിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ എത്തണക്കാട്ടി തൊട്ട് മുന്നായിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിവിടെ നിന്ന് മേടിക്കാൻ പറ്റും, പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല.
ചെടികൾക്ക് റേറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് എന്താ പറയുക ഗാർഡനിങ്ങിനൊക്കെ പറ്റുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഐറ്റംസും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ലൈറ്റ് ഇല്ല അല്ലേ? നമുക്കിവിടെ ഫാം ഷോപ്പ് അവിടെ 70 പൗണ്ടിൻ്റെ ഒക്കെ ബീഫ് ഉണ്ടൊക്കെ. എന്ത് ഭംഗിയായിട്ട് ജിന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്ത് ഭംഗിയായിട്ട് ജിന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. ജിന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോക്സിന് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. മറ്റൊന്നില്ല. ഇത് ഇവിടുത്തെ ഫാമിൽ എവിടെ ഫാം എവിടെ ഇത് വേണോ? ഇതുണ്ടായ കാരണം നല്ല ബെസ്റ്റ് സ്ട്രോബെറി കഴിക്കാൻ പറ്റും. ഞാൻ ഇതുവരെ നല്ല ഇങ്ങനത്തെ സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. ഇത് നല്ല മധുരമായിട്ടുള്ള നല്ലൊരു സ്ട്രോബെറി. അല്ലും ഇഷ്ടമായി അല്ല അല്ലു സ്ട്രോബെറി കേട്ടോ. ഇത് ഒലീവ്സ്, അതിൻ്റെ ഉള്ളിൽ ഹാലപ്പീനോസും ഉണ്ട്, ഗാർലിക്കും. ഞാൻ കഴിച്ചത് ഇപ്പോൾ ഹാലപ്പീനോസ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? ഒന്നും പറയല. സോറി സോറി. ഡ്രസ്സിലൊക്കെ പൊട്ടകളൊക്കെ. മോനെ സ്ട്രോബെറി നോക്ക മോനെ. എടാ ക്യാമറയിൽ അത്രയും വാല്യൂ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചവർക്ക് ഈ സ്ഥലം ഞങ്ങളെ കാണിക്കാനായിട്ടുള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ചു. സംഭവം അതല്ല, ഇവിടെ ഒരു സ്പെഷ്യൽ ലസാനിയ കിട്ടും ബീഫിൻ്റെ. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അവൾ വേഗം അവിടെ പോയിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. കഴിച്ചോക്കാല്ലേ നമുക്ക്? ഓക്കെ. ബീഫ് ലസാനി ഉണ്ടായിരുന്നില്ലേ അവിടെ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നപ്പോൾ അന്നത്തെ ഒരു വീക്ക്ലി സ്പെഷ്യലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതേപോലത്തെ കുട്ടി കുട്ടി ബാഗൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ അവൻ്റെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ അതേപോലെ തന്നെ ഞാൻ തിരിച്ചു വെച്ചു. സാധാരണ വല്ല ഷീനിന്നോ ടെമുന്നോ ആമസോണിൽ നിന്നോ ഓർഡർ ചെയ്യണമായിരിക്കും നല്ലതെന്ന് തോന്നി. അതിങ്ങനെ കിടത്താൻ ഇവിടെ പിന്നെ കുട്ടി കുട്ടി ഐറ്റംസ് മാത്രമല്ല കേട്ടോ. ഇതേപോലെ കാണുന്ന ഫർണിച്ചേഴ്സും അതേപോലെ തന്നെ ബാർബിക്യൂൻ്റെ ഐറ്റംസും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി അത്യാവശ്യം നല്ലൊരു വെളിച്ചം കണ്ടു. അപ്പോൾ ഒരു 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ പുറകിൽ കാണുന്നതാണ് ഫാം ഷോപ്പ് എന്ന് പറയണത്. ഫാം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അവിടെ പുറകിൽ എവിടെയോ ഉണ്ടെന്നാണ് ദർശന പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മളവിടെ കയറുന്നുണ്ടെങ്കിൽ മുന്നേ എന്താ പറയുക പ്രീ ബുക്ക് ചെയ്യണം. 5 പൗണ്ടോ അങ്ങനെ എന്തോ തോന്നുന്നു എൻട്രൻസ് ഫീ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വെർജീനിയ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എത്താറായപ്പോഴത്തേക്കും നല്ലോണം വിശക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ബാർബിക്യൂന്റെ സ്മെൽ ഉണ്ടല്ലോ. ഓ അതാണോ? ഹാപ്പി ചുക്ക് പറഞ്ഞോ നോക്കട്ടെ. നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെർജീനിയ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ബാർബിക്യൂ ഒക്കെ നടത്തുന്നുണ്ട്. കുറച്ച് പേര് അവിടെ സൈഡിൽ കളിക്കുന്നുണ്ട്, കുറേ പിള്ളേരൊക്കെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയം ശരിയായില്ല. ഐ മീൻ ആ ദിവസം ശരിയായില്ല. ക്ലൈമറ്റ് കുറച്ച് മോശമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടെ കയറി. സംഭവം നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിശപ്പൊന്ന് മുറുക്കെ അങ്ങോട്ട് പിടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഐറ്റം മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ. പിന്നെ ഒരു ജ്യൂസും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഡ്രിങ്കും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 4 പേരും കൂടെ ഷെയർ ചെയ്തത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ബർഗറായിരുന്നു, ഒരെണ്ണം എന്താ പറയുക ഒരു സാൻഡ്വിച്ചും അല്ല പനീനിയും അല്ല, അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. ചിക്കനാണ് നമ്മൾ മേടിച്ചത് രണ്ടും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സംഭവമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ അതൊക്കെ കഴിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അല്ലിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. പകുതി എത്തിയപ്പോൾ അല്ലിക്കുട്ടനും എണീറ്റു. അല്ലിക്കുട്ടൻ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും അവനുള്ള ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഫുഡ് പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. പിന്നെ നമ്മളുടെ ഇതിലുണ്ടായിരുന്ന പൊട്ടറ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കൊടുത്തു. പിടിച്ചോട്ടോ, വീഡിയോയിലൊക്കെ പോവുന്നുണ്ട്. എയറിലാവും. ഇവിടെ ഒട്ടുമിക്ക എല്ലാ പാർക്കിലും കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു ഐറ്റമാണ് ഡോഗ് വാഷ് എന്ന് പറയുന്നത്. നമ്മൾ കാർ വാഷൊക്കെ ഇല്ലേ, അതേപോലെയൊക്കെ തന്നെ കേട്ടോ. കൊണ്ടുവന്നിട്ട് നമുക്ക് കുളിപ്പിക്കാം. അരച്ച് കലക്കരുത്. ഇത് പൊടി പറത്താണ് നോക്കട്ടെ. അടിച്ചു പോയത്. ചോദിച്ചോട്ടെ. ഷുഗർ കോട്ടഡാന്ന് തോന്നുന്നു. ഒരാളെ എനിക്ക് വരുന്ന നോക്കി. പറഞ്ഞോ മഴ പെയ്തു. അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷെ മഴ പെയ്തേ നമ്മളെ പൊടി കയറി ഇങ്ങോട്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. പോയി അവിടെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല.
നല്ല മഴ പെയ്യുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ലൈറ്റായിട്ടുള്ള ഫുഡ് നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കും. ദർശനം പുറകിലിരുന്ന് ചോറ് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ചോറ്, മട്ടൻ, പൈസ കൂടുതലായിട്ട് അതെ നല്ല കത്തിയാണോട്. അപ്പൊ അത് കാരണം നമ്മള് ബാക്കി ഇവിടെ വന്ന് തട്ടാന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് സൗത്താംപ്ടണിലേക്ക് പോകും. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ അല്ലേ?